ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, പാച്ചോറ്. അപ്പോൾ പാച്ചോറ് എന്ന് പറയുമ്പോൾ പാല് യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഐറ്റം, ചോറ് കൊണ്ടുള്ള എന്തെങ്കിലും ഐറ്റം എന്ന് കരുതുന്നുണ്ടാവും. അങ്ങനെയല്ല, പയറും ചോറുമാണ് പാച്ചോറ് എന്ന് പറയുന്ന ആ പേരിന്റെ പിന്നിലുള്ള ഒരു കാര്യം. അപ്പൊ ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം, തിരുവിതാംകൂർ ആ സൈഡിലാണ്. ഈ മലബാർ ഏരിയയിലൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഹെൽത്തിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ പാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തെല്ലാം എന്ന് നോക്കാം. ഞാനിവിടെ പച്ചരി, അതായത് നമ്മളെ ഇഡ്ഡലി അരി ഏത് വേണമെങ്കിലും എടുക്കാം, ബോയിൽ ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് അടിയാൻ പാടില്ല. കൂടാതെ വെള്ളം ഇല്ലാതെ ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അധികം വെള്ളം ഇല്ലാതെ, കുറച്ച് വെള്ളമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അധികം വെള്ളം ഇല്ലാതെ ബോയിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചരി. ഇതിപ്പോൾ ഈ കണക്ക് നോക്കണ്ട, കുക്ക് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള കണക്കാണ് ഞാൻ പറയുന്നത്, ഒരു ഗ്ലാസിൻ്റെ പകുതി. പിന്നെ നമ്മൾ ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ അധികം വെന്തുടഞ്ഞിട്ടില്ല, എന്നാൽ നന്നായിട്ട് വെന്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് ചെറുപയറിന് അര ഗ്ലാസ്സാണ് അരി എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കുക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഡബിളായി തോന്നുന്നു, പക്ഷേ എടുക്കുമ്പോൾ ഞാൻ അത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കണക്ക് ഓർമ്മിച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് 2 ഗ്ലാസ് ശർക്കരയാണ് ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ശർക്കര കരിപ്പെട്ടി ഉണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ശർക്കരയും 1 ഗ്ലാസ് കരിപ്പെട്ടി എടുത്താൽ മതി. കരിപ്പെട്ടി കുറച്ചുകൂടെ ഹെൽത്തിയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്, കുറച്ചുകൂടി ടേസ്റ്റിയും ആയിരിക്കും. പിന്നെ ഇത് തേങ്ങ, ഒരു ചെറിയ തേങ്ങ ചിരകി വെച്ചതാണ്. തേങ്ങ എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. പിന്നെ വേണ്ടത് ഏലക്കായ, അതുപോലെ തന്നെ ജീരകം ഒന്ന് വറുത്ത്, ആദ്യം ജീരകം ഇട്ട് ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് ഏലക്കായ ഇട്ടതാണ്. ഇത് 1 ടീസ്പൂണോളം ഉണ്ട്. അപ്പോൾ ഇതും ആവശ്യമുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവരുടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഈ അരിയും അതേപോലെ തന്നെ ചെറുപയറും ഒക്കെ കിടന്ന് നന്നായിട്ട് മിക്സ് ആവാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് ഉരുകി വരണം. അപ്പോൾ ഈ ശർക്കര നല്ല ശർക്കരയാണ്, ഇതിൽ പ്രത്യേകിച്ച് ഡസ്റ്റ് ഒന്നും കാണാറില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നില്ല. നിങ്ങളുടെ ശർക്കരയിൽ ഡസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒന്ന് ഇത് പാനിയാക്കിയതിന് ശേഷം അരിച്ചെടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഉരുകി വന്ന് പാനിയാവണം, ശർക്കര പാനി തയ്യാറാക്കിയെടുക്കണം. നമ്മുടെ ശർക്കര ഇപ്പം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുത്ത്, ചോറിൽ ഈ ശർക്കര പാനിയൊക്കെ നന്നായി പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ, ശർക്കരയൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ പാനിയൊക്കെ നന്നായിട്ട് കുറുകി വരണം. ഇപ്പം ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി മാറ്റി വെക്കാം. ഇനി നമുക്ക് നെയ്യിൽ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകവും ഏലക്കായും ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മാറ്റി വെക്കാൻ പോവാണ്. നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൻ്റെ അളവ് കുറച്ചുകൂടെ കുറയ്ക്കാം. ഇത്രയും ചേർക്കണം എന്നില്ല. നിങ്ങൾ ഈ സമയത്ത് മാത്രം 1 ടീസ്പൂൺ നെയ്യ് ചേർത്താൽ മതി. നമുക്കിനി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ അത്രയും മതി. ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ വേണമെങ്കിൽ കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ട്രേയിൽ ഞാൻ നെയ്യ് തടവി വെച്ചിട്ടുള്ളതാണ്. ഇതിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വെക്കാം. കുറച്ച് ടൈം നന്നായിട്ട് തണിയേണ്ടി വരും. പക്ഷെങ്കിൽ ഒരു 3 to 4 hours വേണ്ടി വരും. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കാം. സ്പൂൺ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 4 മണിക്കൂറോളം വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പാച്ചോറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.